ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും കുക്കിംഗ് പെറ്റൽസിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ബാത്റൂമിൽ നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട് എയർ പോക്കറ്റ്സ് ഒക്കെ വാങ്ങിച്ച് വെക്കാറില്ലേ? അപ്പോൾ ഞാൻ ഗൂദ്രേജിൻ്റെ അതല്ലെങ്കിൽ ഇതുപോലെ ഒഡോണിലിൻ്റെ ഒക്കെ എയർ പോക്കറ്റ്സ് മേടിച്ച് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഒരു മാസമൊക്കെ സ്മെല്ലുണ്ടാവുന്ന അവർ പറയുക. പക്ഷേ ഒരു 15 ദിവസം വരെ, മാക്സിമം 15 ദിവസം വരെ ഉള്ളൂ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടുക. അത് കഴിഞ്ഞാൽ ആ മണമൊക്കെ പോവും. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം, നമ്മുടെ വീട്ടിലുള്ള 2 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മുടെ ബാത്റൂമിൽ എപ്പോഴും നല്ല സുഗന്ധം നിലനിർത്താൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. ഇതാണ് കേട്ടോ നമ്മുടെ പ്രോഡക്റ്റ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളാണ്, ആർക്കും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസിൻ്റെ ഇതുപോലുള്ള ബോട്ടിൽ എടുക്കുക. അപ്പോൾ കഴിയുന്നതും ഗ്ലാസിൻ്റെ തന്നെ ചില്ലിൻ്റെ ബോട്ടിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അത് ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ 2 ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ബേക്കിംഗ് സോഡ എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലാ കടകളിലും കിട്ടുന്നത് തന്നെയാണ്, വലിയ റേറ്റൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മുടെ ബാത്റൂമിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് എടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഒരു മീഡിയം സൈസ് ബാത്റൂമാണ്, അതിനനുസരിച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ ബാത്റൂമാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ എടുക്കുക കേട്ടോ. ഈ ബേക്കിംഗ് സോഡ എല്ലാ ഫൗൾ സ്മെല്ലിനും പിടിച്ചെടുക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ തന്നെ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് എസെൻഷ്യൽ ഓയിലാണ്. ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ എടുക്കുക. നമ്മുടെ വീട്ടിൽ ഏത് എസെൻഷ്യൽ ഓയിലാണോ ഉള്ളത് അത് എടുത്താൽ മതി. പിന്നെ ഇത് പുൽത്തൈലാണ് കേട്ടോ. അപ്പോൾ ആ എസെൻഷ്യൽ ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുൽത്തൈലുണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇതിപ്പോൾ തീർന്നു പോകാനായിട്ടുണ്ട്, ഞാനിത് എടുത്തിട്ടില്ല. ഞാനിതിൽ എസെൻഷ്യൽ ഓയിൽ തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി അത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുപോലെ ഫാബ്രിക് കണ്ടീഷണർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ തുണിയിൽ മുക്കുന്ന കംഫർട്ട് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെടുത്താലും മതി കേട്ടോ. എന്തായാലും എസെൻഷ്യൽ ഓയിലിൻ്റെയും പുൽത്തൈലത്തിൻ്റെ ഒന്നും അത്ര എഫക്റ്റ് കിട്ടില്ല, എന്നാലും അതില്ല എന്നുണ്ടെങ്കിൽ കംഫർട്ട് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് എസെൻഷ്യൽ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏത് ഫ്ലേവറിൽ ഉള്ളതാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ നല്ല സ്മെല്ലുള്ള എസെൻഷ്യൽ ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കൊരു 10-12 ഡ്രോപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏരിയക്കനുസരിച്ചാണ് കേട്ടോ, ബാത്റൂമിൻ്റെ ഏരിയക്കനുസരിച്ചാണ് നമ്മൾ ഇതൊക്കെ എടുക്കുക. വലിയ ബാത്റൂമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു സ്പോഞ്ച് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ, കനം കുറഞ്ഞിട്ടുള്ള. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. നെറ്റിൻ്റെ തുണിയാണെങ്കിൽ ഒന്നും കൂടെ സൗകര്യമായിരിക്കും കേട്ടോ. അപ്പോഴാണ് ആ സ്മെല്ലൊക്കെ കറക്റ്റ് പുറത്തോട്ട് കിട്ടുക. ഇതിപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഇനി അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറോ അതല്ലെങ്കിൽ സാധാ കോട്ടൺ തുണി വെച്ചിട്ട് ഇതുപോലെ നമ്മളൊരു റബ്ബർ ഇട്ട് കൊടുത്തിട്ട് അതുമ്മേൽ ഹോളിട്ട് കൊടുത്താൽ മതി കേട്ടോ. അതല്ലെങ്കിൽ ഈ ബോട്ടിലിൻ്റെ അടപ്പന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളതിന് ഹോളിട്ട് കൊടുക്കണം. അപ്പോൾ നെക്സ്റ്റ് ബോട്ടിലും കൂടെ ഞാൻ അതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കംഫർട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കംഫർട്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം പെട്ടെന്ന് അതിൻ്റെ മണം പോകും. ഒരു 5-6 ദിവസം മാത്രമൊക്കെ ഇതിൻ്റെ സ്മെല്ല് കിട്ടുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മളിത് മാറ്റി കൊടുക്കണം. പിന്നെ നമ്മൾ എസെൻഷ്യൽ ഓയിലാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം കൂടുമ്പോൾ നമ്മൾ വീണ്ടും ഒരു 10 ഡ്രോപ്പോ അതല്ലെങ്കിൽ 12 ഡ്രോപ്പൊക്കെ എസെൻഷ്യൽ ഓയിൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. 10 ദിവസം വരെ ഇങ്ങനെ ഇരിക്കും ഒരു പ്രാവശ്യം നമ്മൾ വെച്ചാൽ. ബേക്കിംഗ് സോഡ നമ്മൾ മാറ്റി കൊടുക്കണ്ട. അത് നമ്മൾ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ മാത്രം മാറ്റി കൊടുത്താൽ മതി. ഒരു മാസം അതല്ലെങ്കിൽ 1.5 മാസമൊക്കെ കഴിയുമ്പോൾ ബേക്കിംഗ് സോഡ മാറ്റിയാൽ മതി. ഈ എസെൻഷ്യൽ ഓയിൽ നമ്മൾ ഓരോ 10 ദിവസം കൂടുമ്പോഴും ഇതിലേക്ക് 10-12 ഡ്രോപ്പ് വീണ്ടും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴേ ഉള്ളൂ ആ ഒരു സ്മെല്ല് വീണ്ടും നമുക്ക് കിട്ടുക. നമ്മളിത് ഒഴിച്ചിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലൊക്കെ പോവും കുറച്ച് ദിവസം കഴിയുമ്പോൾ. ഞാനിങ്ങനെ ചെറിയൊരു പിന്നുകൊണ്ട് ഇതിന് ചെറുതായിട്ട് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്മെല്ലൊക്കെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടിനും ഞാൻ ഹോളിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ഹോളിട്ട് കൊടുക്കുക, എന്നാലേ മണമൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ബാത്റൂമിന് നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ. താങ്ക്